ഹൈന്ദവ വിശ്വാസപ്രകാരം ഏകാദശി വ്രതത്തിന് പ്രത്യേക പ്രാധാന്യമാണുള്ളത്. എല്ലാ ഏകാദശികളിലും വെച്ച് ഏറ്റവും പ്രയാസകരവും പുണ്യകരവുമായിട്ടുള്ള വ്രതം എന്ന് പറയുന്നത് നിർജ്ജല ഏകാദശി ദിനത്തെയാണ്. നിർജ്ജല ഏകാദശി ദിനത്തില് വെള്ളം പോലും കുടിക്കാതെ കഠിനമായിട്ടുള്ള വ്രതമാണ് ഭക്തർ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷത്തിലെ 24 ഏകാദശികളും അനുഷ്ഠിച്ചതിന്റെ ഫലം ഈ ഒരൊറ്റ നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുമെന്ന് പറയുന്നത്. അത്രത്തോളം പുണ്യകരമായിട്ടുള്ള ഒരു ദിവസമാണ് നിർജ്ജല ഏകാദശി ദിവസം. ഈ വർഷത്തെ നിർജ്ജല ഏകാദശി വരുന്നത് 2025 ജൂൺ 6-നാണ്, അതായത് നാളെ. സാധിക്കുന്ന എല്ലാവരും തന്നെ അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ വളരെ പുണ്യകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ഇതുപോലൊരു ദിവസം ഇനി അടുത്തെങ്ങും വരാനില്ല. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട്, ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട്, വർഷത്തിലുള്ള എല്ലാ ഏകാദശികളും അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് ഒക്കെയും ഈ ഒരൊറ്റ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം തന്നെ ഫലം ലഭിക്കും.